ഓം മൃച്ഛകടിക സുജൂപാനന്ദ കടോൽക്കജാനന്ദനാഹ ഓം സ്വാഹ സ്വാഹ. പറയൂ, ഇപ്പോഴെല്ലാം ഓർമ്മ വരുന്നില്ലേ? എനിക്കൊരു ഓർമ്മക്കുറവില്ല. കണ്ടില്ലേ, അതാണ് മന്ത്രത്തിന്റെ സിദ്ധി. എല്ലാം ഓർമ്മ വന്നെങ്കിൽ പറയൂ, ഇതാരാണ്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഇയാൾ ആദ്യമായിട്ടാ കാണുന്നേ. നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞാനല്ലാന്ന് എത്ര തവണ പറഞ്ഞു? ബാധ ഒഴിഞ്ഞില്ലേ? പിന്നെ നീ ആരാ? പറഞ്ഞില്ലേ, ഞാൻ ജീവനാണ്. അതെ, ആ ജീവൻ ആരുടേതാന്നാ ചോദിച്ചത്? നിന്റെ അച്ഛന്റെ, നിന്റെ അല്ല അവന്റെ. അവൻ പേര് മാറ്റി ബോസ്. ഐഡിയ, നമുക്കും പേര് മാറ്റിയല്ല. നമ്മൾ പേര് മാറ്റിയ അവൻ പിന്നെ എങ്ങനെ നമ്മളെ തിരിച്ചറിയും? ബോസിന്റെ ഐഡിയ. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ലവൻ. ഇനി നമ്മൾ കൂടുതൽ കെയർഫുൾ ആകും. ഓം ഹ്രീം ഹ്രൈം ഹ്രീം ഹ്രൈം സ്വാഹ. ഈ മൈക്കാട്ട് മൂസിനെ മെക്കിട്ടുകാരൻ ഒരു ബാധനെ ഞാൻ സമ്മതിക്കില്ല. ഒഴിപ്പിക്കും ഞാൻ. സ്വാഹ ഓം സ്വാഹ. ഒഴിഞ്ഞു പോവാതെ, ഒഴിഞ്ഞു പോവാനാണ് ഞാൻ പറഞ്ഞത്. ഒഴില്ലെങ്കിൽ ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഇവന്റെ ബാധ ഒഴിഞ്ഞിട്ട് നമ്മുടെ പൈസ കിട്ടുമോ മുതലാളി? ഓ, കരുതാക്ക് വളച്ചൊന്നും പറയാതടാ. ഉറുപ്പിയോ ഒന്നും രണ്ടോ ഒന്നും അല്ല അവൻ തരാനുള്ളത്. ബാക്കിയുള്ളവന്റെ മനസമാധാനം കളയാനായിട്ട് അവന്റെ അമ്മക്കെട്ടിക്കാൻ പുഴച്ചാടിയതല്ലേ. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞത് ആളെ രക്ഷിക്കാൻ പുഴ ചാടിയതാണല്ല, അമ്മയെ കെട്ടിക്കാനായിരുന്നല്ലേ. ഒരു കീറുവെച്ചെന്നാണല്ലോ. ഗുണ്ടകളുടെ വില കളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. ഇയാളുടെ പൂജയും മന്ത്രവാദം കൊണ്ടൊന്നും ഇത് മാറാൻ പോണില്ല. വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കത്തു. അതിന്റെ ഒന്നും ആവശ്യമില്ല ദേവാ. ഇതാ പുഴയെ വീണപ്പോ എന്തോ കൊണ്ട് പേടിച്ചതാ. അത്ര മോശക്കാരനൊന്നും അല്ല ഈ മൈക്കാട്ട് മൂസ്. എങ്ങാനും മൈക്കാട് പണിക്കടന്ന് മൂസയാ ഇപ്പൊ പട്ടെടുത്ത് ഭസ്മം പൂശി മൂസായത്. മൈക്കാട് മൂസ് ഇവൻ കള്ളനാ. ഇതാരൊക്കെയാണെന്നറിയില്ലേ? എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ അഭിനയിച്ചോ കലക്കുണ്ട്. കാശ് കൊടുക്കാനുള്ളവരെ പറ്റിക്കാൻ ഇതിലും നല്ലൊരടവ് വേറെ ഇല്ല മോനെ. സ്വാമി, പൂജാകർമ്മ വേളയിൽ അലോസരപ്പെടുത്തരുത്. മൂർത്തി കോപിക്കും. മൂർത്തി കോപിക്കണേലും മുമ്പ് ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ. ഇതില്ല, ഇതുള്ളൂ. നിനക്ക് മൂത്രം ഒഴിക്കണടാ. എടോ തന്നെ തന്നെയാ വിളിച്ചത്, കേട്ടില്ലേ? ഇല്ല, ആരാ മനസ്സിലായില്ല. എന്റെ പേര് പീതാംബരൻ. നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആഹാ, തനിക്ക് പൊട്ടായോ? ഉവ്വ്, ഞങ്ങള് രണ്ടുപേരും കൂടിയാണല്ലോ പുഴയിൽ ചാടിയത്. എന്റെ ദേഹത്തും കൂടി പ്രേതം. എടാ പരമുവേ, ആ കൂടിയരെ അങ്ങ് ഒഴിപ്പിച്ചേ. വേണ്ട, കൂടിയ പ്രേതം ഒഴിഞ്ഞു പോയെന്നാ തോന്നണേ. പോയി അല്ലേ? നിങ്ങളുടെ പേര് ദാസപ്പൻ. ഇവര് രണ്ടുപേരും നിങ്ങളുടെ ശിഷ്യന്മാര്. എന്റെ ദാസപ്പ, നിങ്ങൾക്കൊക്കെ തരാനുള്ള മുഴുവൻ തുകയും ഏതോ ബാങ്കിലിട്ട് മടങ്ങി വരുന്ന വഴി അവൻ പുഴയെ ചാടിയത്. ഏത് ബാങ്കിലാണെന്ന് അവന് മാത്രമേ അറിയൂ. സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഓഹോ, അതിന് മാത്രം തുക ആരാണാവോ അവന് കൊടുത്തത്? അതും അവന് മാത്രമേ അറിയൂ. അവന്റെ ഏതോ ഒരു അകന്ന ബന്ധുവാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ഇപ്പൊ ശിവൻകുട്ടിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതെ ഒരു രക്ഷയില്ല എന്റെ ദാസപ്പ. ഏതായാലും ഇത്രയും നാള് ഞാൻ കാത്തു. അവന്റെ പട്ടി ഞാൻ മാറ്റിക്കോളാം.